ഹെർബർട്ട് സ്പെൻസറെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. സോഷ്യോളജിയുടെ രണ്ടാമത്തെ സ്ഥാപക പിതാവാണ് സ്പെൻസർ. പ്രസിദ്ധനായ ഇംഗ്ലീഷ് ചിന്തകനും സോഷ്യോളജിസ്റ്റുമാണ് ഹെർബർട്ട് സ്പെൻസർ. നമുക്ക് ഈ സ്പെൻസറുടെ ബുക്കുകൾ പഠിക്കാൻ വേണ്ടി ഒരു എളുപ്പവഴിയാണ് ഞാനിന്ന് പറയാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്. ഇത് എൻ്റെ മൂന്നാമത്തെ വീഡിയോയാണ് MA സോഷ്യോളജിയെക്കുറിച്ചുള്ളത്. അന്നേരം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സ്പെൻസറുടെ ഗ്രന്ഥങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഓർത്തൊരു കാര്യമാണ്, പ്രിൻസിപ്പിൾസ് എന്നുള്ള ഒറ്റ വാക്ക് ഓർത്താൽ മതി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടി പ്രിൻസിപ്പിൾസ് എന്നുള്ളൊരു വാക്ക് നമ്മൾ ഓർക്കുന്നു. അന്നേരം അദ്ദേഹത്തിൻ്റെ ബാക്കി ബുക്കുകളുടെ പേര് ഞാൻ പറയാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്, അതിനകത്ത് പ്രിൻസിപ്പിൾസ് എന്ന് വന്നല്ലോ. ഓക്കെ, വേറൊരു പുസ്തകത്തിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി, അതിനകത്ത് പ്രിൻസിപ്പിൾസ് എന്ന് വന്നല്ലോ, സോഷ്യോളജി എന്ന് വന്നു. അടുത്തതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി, അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ബയോളജി, പിന്നെ ഒരെണ്ണം പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സ്. ഇത്രയും കാര്യങ്ങൾക്കകത്ത് പ്രിൻസിപ്പിൾസ് എന്നുള്ള ഒരു വാക്ക് വരുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.